ക്രിസ്തുവിൽ കൂടെ ഉണ്ടാകുന്ന ജയം സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ മുമ്പിലെ രഹസ്യം ക്രിസ്തുവാണെന്ന് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും വിളിച്ചു പറയുന്ന ഒരു വചനമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം 57-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ സഭയോട് പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഈ 15-ാം അധ്യായം നമ്മൾ മുഴുവൻ പഠിക്കുമ്പോൾ നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നെങ്കിൽ സകല മനുഷ്യരും നമ്മൾ അരിഷ്ടരാണ്. സ്തോത്രം. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പരദേശികളാണ്. നമുക്ക് നിത്യമായ ഒരു രാജ്യമുണ്ട്. അതിലൊക്കെ ഉള്ള നമ്മുടെ ലൈഫിന്റെ വിജയം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. കഴിഞ്ഞ വീക്ക് മുഴുവൻ ദൈവത്തിന് സ്തോത്രം കഷ്ടാനുഭവ ആഴ്ചയായിരുന്നു. ക്രൈസ്തവരെല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന എല്ലാ മക്കളും സ്തോത്രം ഒന്നിച്ച് ക്രിസ്തുവിന്റെ കാൽവരി മരണങ്ങളെ ധ്യാനിക്കുന്ന വീക്കായിരുന്നു. സ്തോത്രം. പെസഹ വ്യാഴാഴ്ച മുതൽ അല്ലെങ്കിൽ സ്തോത്രം കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ സ്തോത്രം യേശുക്രിസ്തുവിന്റെ ആലയത്തിലേക്കുള്ള പ്രവേശനം തൊട്ട് ഹോശന്ന തൊട്ട് സ്തോത്രം ഈ ഉയർപ്പിന്റെ ദിവസം ഇന്നലെ വരെ ക്രിസ്തുവിന്റെ കാൽവരവരണം ധ്യാനിക്കാത്ത പള്ളികളില്ല, സഭകളില്ല, ആരാധന സ്ഥലങ്ങളില്ല. ക്രിസ്തുവിനെ കുറിച്ച് അല്പമേലും അറിയുന്നവരെല്ലാം ആ ക്രിസ്തുവിനെ ധ്യാനിച്ചിരിക്കുക. എന്നാൽ ഉയർപ്പിന്റെ ദിവസം, അതായത് ഇന്നലെ നാം പ്രസംഗിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരൊറ്റ കാര്യമാണ്, മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തല പ്രവർത്തിയിൽ എഴുതിയിരിക്കുക, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഞാനിന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നമ്മുടെ ലൈഫിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. പരാജയത്തിന്റെ പടുകുഴികൾ വീണ് ഇനി ആരെന്നെ കയറ്റുമെന്ന് ചോദ്യചിഹ്നവുമായി ഇന്ന് രാവിലെ തിരുവചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. 18-ാം സങ്കീർത്തനം, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി നിന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തു. ഉയരത്തിൽ നിറങ്ങി വന്ന കൈ ഏതാണ്? അത് സർവശക്തനായ ദൈവത്തിന്റെ കരമാണ്. ബൈബിളിൽ വായിക്കാൻ, വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. സ്നേഹിത, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ താമസിക്കാതെ ഒരു വിജയം നടക്കുവാൻ പോകുകയാണ്. പരാജയം എന്ന വാക്കുകൊണ്ട് മനസ്സും അടുത്ത് തലകുനിച്ചിരിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ സന്ദേശം. അപരാജയത്തിന്റെ വാക്കുകൾ നിന്നെ വിട്ടു പോകാൻ പോവുക. നിന്നെ രക്ഷിപ്പാൻ ഉയരത്തിൽ നിന്നൊരു കരമിറങ്ങി വരുന്നു. അതാരാണ്? യേശു ക്രിസ്തുവിന്റെ കരമാണ്. അല്പ ദിവസത്തിനുള്ളിൽ നീ പറയാൻ പോവുക, ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. ഒന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, പരാജയം എന്ന വാക്ക് മനുഷ്യ മനസ്സുകളെ തകർക്കുന്ന ഒരു വജ്രായുധം പോലെ ശത്രു അഴിച്ചുവിടുമ്പോൾ ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ വിജയത്തിന്റെ കൊടി പാടിപ്പറപ്പിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിന്റെ നാമനിമിത്തം ഉടനെ നിനക്ക് ജയമുണ്ട്. ഗോഡ് ബ്ലസ് യു.